മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമ്പോൾ രാഷ്ട്രീയ വിവാദം ആളിക്കത്തുകയാണ്. സിനിമ കാണില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുമെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ കലാസൃഷ്ടിയെയും കലാകാരനെയും നശിപ്പിക്കാനുള്ള ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണ് എമ്പുരാന്റെ വെട്ടിമാറ്റത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണെന്നും മുഖ്യമന്ത്രി. സിനിമയ്ക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുമൊപ്പമാണ് താനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംഘപരിവാറിന്റെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം തങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടിക്കപ്പെടുന്ന നിർമ്മാതാക്കൾക്കുള്ള സ്വാതന്ത്ര്യമായി കരുതുന്നുവെന്ന് പറഞ്ഞ സതീശൻ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ചരിത്ര സത്യങ്ങൾ തെളിഞ്ഞു നിൽക്കുമെന്ന് മറക്കരുതെന്നും വിമർശിച്ചു. അതേസമയം സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് DYFI സാംസ്കാരിക പ്രതിരോധം തീർക്കും. വൈകിട്ട് മാനവീയ വീഥിയിൽ സംഘി തമ്പുരാന്മാർ എമ്പുരാനെ എതിർക്കുമ്പോൾ നമുക്ക് കാണാം എന്ന പേരിലാണ് പരിപാടി. സിനിമയുടെ പേരിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയ സൈബർ ആക്രമണത്തിൽ സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് തിക്കോടൻ DGPക്ക് പരാതി നൽകി. പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് DGP അഭിഭാഷകന് മറുപടി നൽകിയിട്ടുണ്ട്. അതിനിടെ സിനിമയുടെ എഡിറ്റ് ചെയ്ത പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ശ്രമം. കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങളും ദേശീയ ഏജൻസികളെ വിമർശിക്കുന്ന ഭാഗവും ഒഴിവാക്കിയായിരിക്കും എഡിറ്റ് പതിപ്പ് എത്തുക. 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതിന് മുൻപ് ചിത്രം കാണാൻ തിയേറ്ററുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവാദം കത്തുമ്പോഴും അണിയറ പ്രവർത്തകർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.